ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേഷൻ ബേസ് പാർട്ട് 2 ക്ലാസ് ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ CSEB എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുക. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 1904 വരെയുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1904 ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ചാണ്. അന്നേരം 1904 ആക്ടിന് കുറെ പോരായ്മകൾ ഉണ്ടായതുകൊണ്ട് 1912 പുതിയൊരു നിയമം വരുന്നു. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കെയിം ഇൻ ടു ഫോഴ്സ് 1 മാർച്ച് 1912. 1/3/1912 ഈ നിയമം വരുന്നത്. ഇതിനെ ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയപ്പെടുന്നു. എന്താണ് ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ലോ എന്ന് പറയപ്പെടുന്നത്? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. ദി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആർ ഫോംഡ് അണ്ടർ ദ ആക്ട് ഓഫ് 1912. ഇന്ത്യയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ 1912 സഹകരണ നിയമപ്രകാരമാണ്. ഈ ആക്ടിന് 50 സെക്ഷനുകളാണ് ഉള്ളത് ആൻഡ് നോ റൂൾസ്. 1912 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് 50 സെക്ഷനുകളുണ്ട്, റൂളുകൾ ഇല്ല. ഇനി ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത്, അതായത് 1912 സഹകരണ നിയമം പാസ്സാക്കുന്ന സമയത്ത് കോഓപ്പറേഷൻ വാസ് ഇൻക്ലൂഡഡ് യൂണിയൻ ലിസ്റ്റ്. നമുക്കറിയാം 3 ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം റെയിൽവേ അല്ലെങ്കിൽ ഡിഫൻസ് തുടങ്ങിയവ. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഹെൽത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആഭ്യന്തരം തുടങ്ങിയവ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിലാണ്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളെയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം വനം, വിദ്യാഭ്യാസം തുടങ്ങിയവ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. അതുപോലെ നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്ന സമയത്ത് കോഓപ്പറേഷൻ വാസ് ഇൻക്ലൂഡഡ് യൂണിയൻ ലിസ്റ്റ്. ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് 7th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വിഷയമായിരുന്നു കോഓപ്പറേഷൻ. ഫോർമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പാർട്ട് 4 ആർട്ടിക്കിൾ 43B. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായ 1912 കാലഘട്ടത്തിൽ കോഓപ്പറേഷൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് വിഷയമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദമല്ല ആർട്ടിക്കിൾ 43B കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കോഓപ്പറേഷൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി 7th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന വിഷയമായിരുന്നു. സഹകരണ സംഘത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാർട്ട് 4 ആർട്ടിക്കിൾ 43B. അതായത് പാർട്ട് 4 പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടാണ് പാർട്ട് 4. ഈ പാർട്ട് 4 ആർട്ടിക്കിൾ 43B ഫോർമേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് സഹകരണ സംഘങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഓർ ഇറ്റ് വാസ് കാൾഡ് മൊണ്ടേഗ് ടേംസ് ഫോർ റിഫോംസ്. ഇതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 ഓർ മൊണ്ടേഗ് ടേംസ് ഫോർ റിഫോംസ് പ്രകാരം കോഓപ്പറേഷൻ വാസ് ഇൻക്ലൂഡഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് 1919 നിയമപ്രകാരം സഹകരണം ഒരു സംസ്ഥാന വിഷയമാക്കി. അക്കോർഡിംഗ് ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919
or Montague Chelmsford reforms, cooperation was included state list. It was included Article 246, Article 246 32nd item ആണ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 246 ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 246 32ാമത്തെ ഐറ്റമാണ് കോപ്പറേഷൻ. ക്ലിയർ ആയോ? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അല്ലെ അനുച്ഛേദം 246 32ാമത്തെ ഐറ്റമാണ് ഇന്ന് കോപ്പറേഷൻ പറയുന്നത്. അതായത് കോപ്പറേഷൻ ഇന്നൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും പാസ്സാക്കിയിട്ടുണ്ട്. കേരളം എന്ന് പറയുന്ന മെയിനായിട്ട് 3 പ്രോവിൻസുകളായിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അല്ലെങ്കിൽ മദ്രാസ്, ഇങ്ങനെ 3 പ്രോവിൻസ്. ട്രാവൻകൂർ, കൊച്ചിൻ, മദ്രാസ് പ്രോവിൻസ്. ഇതിൽ കൊച്ചി പ്രോവിൻസിൽ ആദ്യമായിട്ടൊരു ആക്ട് പാസ്സാക്കുന്ന 1913 ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ കൊച്ചിൻ പ്രോവിൻസ് 1913. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ കൊച്ചിൻ പ്രോവിൻസ് എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 പ്രകാരം കൊച്ചിൻ പ്രോവിൻസിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എടവനക്കാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ട്രാവൻകൂറിൽ ആദ്യമായിട്ടൊരു ആക്ട് പാസ്സാക്കുന്ന 1914 ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914. ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്. ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ടൊരു ആക്ട് പാസ്സാക്കുന്നത് 1914. ഈ നിയമപ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി രൂപീകരിച്ച കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. ഇനി മദ്രാസ് പ്രോവിൻസിൽ ആദ്യമായിട്ടൊരു ആക്ട് പാസ്സാക്കുന്നത് 1932. ദി മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ദി ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മദ്രാസ് പ്രോവിൻസ്. മദ്രാസ് പ്രോവിൻസിൽ ആദ്യമായിട്ട് ആക്ട് പാസ്സാക്കുന്ന 1932. ഈ നിയമപ്രകാരം ആദ്യമായി രൂപീകരിക്കുന്നതാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ആണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഓക്കെ, ഇന്നലെ 3 രാജ്യങ്ങളായിരുന്നു: ട്രാവൻകൂർ, കൊച്ചി, മലബാർ അല്ലെ മദ്രാസ്. ഇതില് ട്രാവൻകൂറിൽ ആദ്യമായിട്ട് ആക്ട് പാസ്സാക്കുന്ന 1914. ഈ നിയമപ്രകാരം ആദ്യമായി രജിസ്റ്റർ ചെയ്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ട്രിവാൻഡ്രം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്. അതാണ് പിന്നീട് ഇന്നത്തെ കേരള ബാങ്ക് ആയിട്ട് പിന്നെ മാറുന്നത്. അതിന്റെ ഹെഡാണ്. ഇനി കൊച്ചിയിൽ ആദ്യമായിട്ട് ആക്ട് പാസ്സാക്കുന്ന 1913. ഈ നിയമപ്രകാരം ആദ്യമായി രൂപീകരിക്കുന്നതാണ് എടവനക്കാട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് നമ്പർ 1. ഇതാണ് കേരളത്തിലെ ഫസ്റ്റ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇനി മദ്രാസിലെ മലബാർ മേഖലയിൽ 1932 ആക്ട് പ്രകാരം കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഇന്നത്തെ കൊടുവായൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണത്. ഇനി 1949 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഉണ്ടാകുന്നു. തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒന്നിച്ചായി തിരുക്കൊച്ചി ആകുന്നു. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ആകുന്നു. 1951 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്
കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നു. അന്നേരം 1949 തിരുക്കൊച്ചി, തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ഒന്നായി തിരുക്കൊച്ചിയാകുന്നു. 1951 തിരുക്കൊച്ചി ആക്ട് അല്ലെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കുന്നു. ക്ലിയർ ആവുന്നു? അതായത് 3 രാജ്യങ്ങള്, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അല്ലെ മദ്രാസ്. 1932 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1914 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കൊച്ചിയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ് ട്രാവൻകൂറിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുപോലെ തന്നെ കൊടുവായൂർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് മദ്രാസ് പ്രോവിൻസിലെ ആദ്യ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നീട് 1949 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് മെർജ്ഡ് ഇൻ 1951 ട്രാവൻകൂർ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ്. വീണ്ടും 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. ഇതാണ് കേരള സ്റ്റേറ്റ് ഫോംഡ് 1 നവംബർ 1956. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുന്നു. കേരളത്തിലാണെങ്കിൽ EMS മന്ത്രിസഭ നിലവിൽ വരുന്നു. ഒരു സഹകരണ വകുപ്പുണ്ടാകുന്നു. സഹകരണ വകുപ്പ് മന്ത്രി ഉണ്ടാകുന്നു. അതുപോലെ സഹകരണ നിയമവും കൊണ്ടുവരുന്നു. കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ്. കാരണം അതായത് കഴിഞ്ഞ മോദി ഗവൺമെന്റിന്റെ കാലത്ത് ലാസ്റ്റിലാണ് അമിത്ഷാ ഇന്ത്യയുടെ സഹകരണ മന്ത്രി ആകുന്നത്. കാരണം നേരത്തെ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് വിഷയമാണ് കോർപ്പറേഷൻ. അതുകൊണ്ട് കേന്ദ്രത്തിൽ സഹകരണത്തിന് ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നില്ല. അഗ്രികൾച്ചറിൽ വരുന്ന അനുബന്ധ വകുപ്പായിരുന്നു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ സഹകരണ മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആണ് അമിത്ഷാ. ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരളയാണ് ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ബുക്കാണ് കൊഴിഞ്ഞ ഇലകൾ ബുക്ക് റിട്ടൺ ബൈ ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. കേരള സംസ്ഥാന സഹകരണ നിയമം കൊണ്ടുവന്ന സഹകരണ വകുപ്പ് മന്ത്രിയാണ് PR കുറുപ്പ്. ആരാണ്? PR കുറുപ്പാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവരുന്ന സഹകരണ മന്ത്രിയാണ് PR കുറുപ്പ്. ഇനി കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻറ്റു ഫോഴ്സ് 15/5/1969. 1969 മെയ് 15 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻറ്റു ഫോഴ്സ്. ഈ ആക്ടിന് 110 സെക്ഷനുകളും 201 റൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെയിം ഇൻറ്റു ഫോഴ്സ് 15th May 1969. It has 110 sections and 201 rules. ഇതിൽ കേരള സംസ്ഥാന സഹകരണ നിയമത്തിന് 110 സെക്ഷനുകളും 201 റൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഈ നിയമം കൊണ്ടുവന്ന സഹകരണ വകുപ്പ് മന്ത്രിയാണ് PR കുറുപ്പ്. കേരളത്തിലെ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള ജോസഫ് മുണ്ടശ്ശേരി. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കൊണ്ടുവന്ന മിനിസ്റ്റർ ആരാണ്? PR കുറുപ്പ്. ഫസ്റ്റ് വുമൺ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള M കമലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സഹകരണ വകുപ്പ് മന്ത്രി. രണ്ടാമത് വനിതാ സഹകരണ മന്ത്രിയാണ് KR ഗൗരിയമ്മ. ദി സെക്കൻഡ് വുമൺ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള KR ഗൗരിയമ്മ. ഫസ്റ്റ് വുമൺ കോഓപ്പറേറ്റീവ് മിനിസ്റ്റർ ഓഫ് കേരള
എം കമലം. എം കമലമാണ് കേരളത്തിലെ ആദ്യത്തെ സഹകരണ വകുപ്പ് മന്ത്രി. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് കേരള സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വരുന്നത് 15/5/1969. 110 സെക്ഷനുകളും 201 റൂളുകളുമാണ് ഇതിനുള്ളത്. കേരളത്തില് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്നത് ഈ ആക്ട് പ്രകാരമാണ്. കേരള സംസ്ഥാന സഹകരണ നിയമപ്രകാരമാണ് കേരളത്തിലാണെങ്കിൽ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ ആർ ഫോംഡ് അണ്ടർ ദ ആക്ട് ഓഫ് 1912. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുന്ന ഏത് ആക്ട് ആണെന്ന് ചോദിച്ചാൽ 1912 ആക്ട് ആണ്. 1904 ആക്ട് അല്ല. കാരണം 1904 ആക്ട് എന്ന് പറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് 1904 ആക്ട്. അല്ലെങ്കിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് 1904. ഇതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണ് 12 പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1912 ആക്ട് ആണ്. 1912 ആക്ടിനെയാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് 1904 ആക്ടിനെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയപ്പെടുന്നു. ഈ ആക്ടിന് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടായതുകൊണ്ടാണ് പുതിയൊരു നിയമം 1912 കൊണ്ടുവരുന്നു. 1912 ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ലോ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് 1912 ആക്ട് ആണ്. ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആർ ഫോംഡ് അണ്ടർ ദ ആക്ട് ഓഫ് 1912. ഇനി കേരളത്തിലാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫോംഡ് അണ്ടർ ദ ആക്ട് ഓഫ് 1969. 1969 ആക്ട് പ്രകാരമാണ് കേരളത്തിലാണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇനി ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഒരു സഹകരണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡാണ് സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. നമുക്കറിയാം കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. ഒരു സഹകരണ സംഘത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ദി ഡിപ്പാർട്ട്മെന്റൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിന് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്ന സഹകരണ സംഘം രജിസ്ട്രാർ ആണ്. ദി ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കി സഹകരണ സംഘം രജിസ്ട്രാറിനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.